ചലനശേഷിയുള്ളൊരു ഭർത്താവിനെ സ്വപ്നം കണ്ട് നടന്ന ഒരു പെൺകുട്ടിയായിരുന്നു താൻ. എന്നാ വിധി അതിലേക്കല്ല തന്നെ നയിച്ചത്. ഇപ്പതേ താൻ ആഗ്രഹിച്ച പോലെ ഒരാളുടെ അരികിലായിരിക്കുന്നത്. എന്റെ ഭർത്താവിന് കാലിന് സ്വാധീനം ഇല്ലെന്ന് അറിഞ്ഞിട്ടാ ഞാൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് വന്നത്. അതിനുശേഷം നാളെ എന്റെ ഭർത്താവ് എല്ലാരെയും പോലെ നടക്കുന്നുള്ള പ്രതീക്ഷയും എനിക്കില്ലായിരുന്നു. ഇനിയിപ്പോ അങ്ങനൊരു ഭാഗ്യം ഇല്ലായിരുന്നെങ്കിലും ഞാൻ സന്തോഷത്തോടെ കണ്ണേട്ടനൊപ്പം ജീവിക്കുമായിരുന്നു. അതെനിക്കറിയാം. അതുകൊണ്ടാ എന്റെ സ്വത്തിന്റെ നേർപകുതി ഞാൻ തന്റെ പേരിൽ എഴുതി വെച്ചത്. ഇനി നമ്മളെ രണ്ടല്ല, ഒന്നാണെന്നുള്ള ബോധ്യമുള്ളതുകൊണ്ടാ ഞാൻ അങ്ങനെ ചെയ്തേ. സമ്പത്തിനേക്കാളും മനുഷ്യനെ സ്നേഹിക്കുന്നവർക്കാ ഞാനും എൻ്റെ അച്ഛനും പ്രാധാന്യം കൊടുത്തിരുന്നേ. എന്നാ എനിക്ക് ചുറ്റിനുള്ള ചില ജന്മങ്ങൾ അങ്ങനെ അല്ലാതായിപ്പോയി. അതെൻ്റെ ഭാഗ്യക്കേടായിട്ട് ഞാൻ കരുതുന്നുള്ളൂ. എന്നാ അവർക്കെല്ലാം പകരമായിട്ട് എനിക്ക് ദൈവം തന്ന നിധിയാ എൻ്റെ ഭാര്യ. ഈ അനന്തവേട്ടനും ലേഖയും എത്ര നല്ല ആൾക്കാരാ. ഇങ്ങനൊരു കൂട്ടുകാരനെയും ഭാര്യയും കിട്ടാൻ മഹാഭാഗ്യം ചെയ്യണം കണ്ണേട്ടാ. അതെ, താൻ എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പേ എൻ്റെ ബലം അവനും ലേഖയായിരുന്നു. പിന്നെ ഇതുപോലെ എന്നെ സ്നേഹിക്കുന്ന കുറെ കൂട്ടുകാരുണ്ട്. അവരൊന്നും നാട്ടിലില്ലാന്ന് മാത്രം. നമ്മുടെ കണ്ണൊന്ന് കലങ്ങിയ, നെഞ്ചൊന്ന് പിടഞ്ഞാൽ നമുക്കൊപ്പം, അല്ലെങ്കിൽ നമ്മളെക്കാൾ ഏറെ വേദനിക്കുന്ന ആൾക്കാരാ അവര്. അവരിപ്പം നമ്മുടെ കൂടിച്ചേരലിലൂടെ മറ്റൊന്നുകൂടി പ്രതീക്ഷിക്കുന്നുണ്ട്. എന്താന്നറിയാമോ? എന്താ? ഈ ചോദ്യത്തിന് പെട്ടെന്നൊരു മറുപടിയാണ് പ്രതീക്ഷിച്ചത്. എന്നിട്ട് എന്താന്ന് എന്നോട് ചോദിക്കുക. ലേഖ അമ്മയാകില്ലെന്ന് അവളും അനന്തവും ഏതാണ്ട് ഉറപ്പിച്ച മട്ട. ഇനി നമുക്ക് ജനിക്കുന്ന കുഞ്ഞിനെ കാണാനും ലാളിക്കാനും അവരൊരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അതിലേക്കുള്ള യാത്ര ഇനി ദീർഘിപ്പിക്കാൻ പാടില്ല. നമ്മുടെ അവകാശിയായിട്ട് അനന്തുവിൻ്റെ ലേഖയുടെയും അതുപോലെ തന്നെ ജീവനായി കരുതുന്ന തൻ്റെ അമ്മയുടെയും വാത്സല്യം ഏറ്റുവാങ്ങാനായിട്ട് ഒരാൾ നമുക്കിടയിലേക്ക് വരണം. നമ്മുടെ ഒരു പൊന്നോമന.